ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് ആണ്. മാത്സിൽ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ് ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും രണ്ടാമത്തെ യൂണിറ്റിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ്സും വർക്ക് ബുക്കിൻ്റെ ക്ലാസ്സും കാണുമെന്ന് കരുതുന്നു. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ്സും അതോടൊപ്പം തന്നെ വർക്ക് ബുക്കിൻ്റെ ക്ലാസ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വരാൻ പോകുന്ന നമ്മുടെ ഓണപരീക്ഷയ്ക്കും അതുപോലെ തന്നെ ക്ലാസ് ടെസ്റ്റിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ടോട്ടൽ മാർക്ക് 45 മാർക്കിനാണ് കേട്ടോ. എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം എത്ര ആക്ടിവിറ്റീസ് ഉണ്ട്, എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങളാണെന്നൊക്കെ നോക്കാം കേട്ടോ. ഫസ്റ്റത്തെ ആക്ടിവിറ്റി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് അല്ലേ. ഫസ്റ്റത്തെ ആക്ടിവിറ്റി എന്താണ്, നമ്പേഴ്സ് കൗണ്ട് ചെയ്തിട്ട് മാച്ച് ചെയ്യുന്നതാണ് അല്ലേ. എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്ത് മാച്ച് ചെയ്യുന്നതൊക്കെ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമുക്ക് വലിയ വലിയ സംഖ്യകളാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് അല്ലേ, വലിയ വലിയ നമ്പേഴ്സാണ് പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് പറയുന്നത്, ഇവിടെ എണ്ണം എഴുതാനാണ് പറയുന്നത്. കൗണ്ട് ചെയ്തിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതുക. മൂന്നാമത്തെ ആക്ടിവിറ്റി റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് അറിയില്ലേ, വിട്ടുപോയ നമ്പേഴ്സ് അല്ലേ. അതായത് ഏതൊക്കെ നമ്പേഴ്സാണ് എഴുതാത്തത് അതാണ് മിസ്സിംഗ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ആ മിസ്സിംഗ് നമ്പേഴ്സ് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക, വട്ടത്തിനുള്ളിൽ എഴുതുക. നാലാമത്തെ ആക്ടിവിറ്റി എന്താ നോക്കൂ. രണ്ട് ഷേപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഷേപ്പിന് 5 പോയിന്റും രണ്ടാമത്തെ ഷേപ്പിന് 10 പോയിന്റ്സും ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ മൊത്തം എത്ര പോയിന്റ്സ് ഉണ്ട്, രണ്ടാമത്തെ ചിത്രത്തിൽ എത്ര പോയിന്റ്സ് ഉണ്ട്, ടോട്ടൽ പോയിന്റ്സ് കണ്ടുപിടിക്കുന്നതാണ് നാലാമത്തെ ആക്ടിവിറ്റി. അടുത്ത അഞ്ചാമത്തെ ആക്ടിവിറ്റി റൈറ്റ് ഡൗൺ ദ ഏജസ് ഓഫ് എവരിവൺ ഇൻ യുവർ ഹോം. അതായത് വീട്ടിലെ എല്ലാവരുടെ പേരും അവരുടെ ഏജുമാണ് എഴുതാൻ പറയുന്നത്. നമ്മൾ ഏജിനെ കുറിച്ചൊക്കെ നമ്മൾ പാഠത്തിൽ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ അതെന്താണ് ഇവിടെ ചെയ്യാൻ പറയുന്നത്, ഏജ്, വയസ്സ് എഴുതാനാണ് കേട്ടോ പറയണത്. ആറാമത്തെ ആക്ടിവിറ്റി വാട്ട് കംസ് ആഫ്റ്റർ ഫോർ. ഇവിടെ കലണ്ടർ ആണ് കൊടുത്തിരിക്കുന്നത്. ഓഗസ്റ്റ് മന്തിലെ കലണ്ടർ കൊടുത്തിട്ടുണ്ട്. ചില സംഖ്യകളൊക്കെ ഇവിടെ ഇല്ല അല്ലെ, ചില സംഖ്യകൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ എന്താ ഫസ്റ്റ് ചോദ്യം, വാട്ട് കംസ് ആഫ്റ്റർ 4, അതായത് 4 കഴിഞ്ഞ് വരുന്ന അടുത്ത സംഖ്യ ഏതാണ്. അടുത്തത് നോക്കൂ, which number comes before 31. ആഫ്റ്റർ, ബിഫോർ, ബിറ്റ്വീൻ നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പൊ ബിഫോർ 31 തൊട്ട് മുമ്പുള്ള സംഖ്യ ഏതാണ്. അടുത്ത മൂന്നാമത്തെ which number comes between 9 and 11. 9ന്റെയും 11ന്റെയും ബിറ്റ്വീൻ വരുന്ന സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളല്ലേ. അടുത്ത ഏഴാമത്തെ ആക്ടിവിറ്റി നമ്മൾ സ്പെല്ലിംഗ്, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു അല്ലേ. എല്ലാവരും എന്ത് ചെയ്യണം, സ്പെല്ലിംഗ് പഠിക്കണം. സംഖ്യകൾ, നമ്പേഴ്സ് പഠിക്കുന്നതോടൊപ്പം തന്നെ ആ നമ്പർ നെയിമും കൂടെ പഠിച്ചു വെക്കുക. സ്പെല്ലിംഗും കൂടെ തെറ്റുകൂടാണ്ട് എഴുതാൻ പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. കാരണം ഇതുപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട് എക്സാമിന്. ഇവിടെ നോക്കൂ, എന്താ ചെയ്യാൻ പറയുന്നത്, മാച്ച് ദ ഫോളോയിങ് ആണ്. ഏതൊക്കെയാണ് സംഖ്യകൾ, ആ സംഖ്യകളുടെ ആ നമ്പേഴ്സിന്റെ നെയിമുമായിട്ട് എന്ത് ചെയ്യുക, മാച്ച് ചെയ്യുക. അതാണ് ഏഴാമത്തെ ആക്ടിവിറ്റി. 5 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. അടുത്തത് എട്ടാമത്തെ ആക്ടിവിറ്റിയും ബിഫോറും ബിറ്റ്വീനും ആഫ്റ്ററും വരുന്നത് തന്നെയാണ് എട്ടാമത്തെ ആക്ടിവിറ്റി. അതായത് ബിഫോർ കോളത്തിൽ എന്താണ്, ആ സംഖ്യകൾക്ക് തൊട്ട് മുമ്പുള്ള സംഖ്യ നമ്പർ ഏതാണോ അത് എഴുതുക. ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ എന്താ എഴുതേണ്ടത്, ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ നടുവിലുള്ള സംഖ്യ അല്ലേ, അതായത് 1നും 3ക്കും നടുക്ക് അടുത്ത 1 കഴിഞ്ഞാൽ വരുന്ന സംഖ്യ ഏതാണ്, 1ന്റെയും 3ന്റെയും നടുവിലുള്ള സംഖ്യ, ബിറ്റ്വീൻ ഉള്ള സംഖ്യ ഏതാണ്, അതാണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ. അപ്പൊ രണ്ടാമത്തെ കോളം മുഴുവനായിട്ടും എന്താണ്, ബിറ്റ്വീൻ നമ്പേഴ്സ് എഴുതാനാണ്. അടുത്തത് ആഫ്റ്റർ ആണ്. ആഫ്റ്റർ എന്ന് വെച്ചാൽ 6 കഴിഞ്ഞ് വരുന്ന സംഖ്യ ഏതാണ്. ആഫ്റ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 13 കഴിഞ്ഞ് വരുന്ന അടുത്ത സംഖ്യ ഏതാ. അങ്ങനെ ആഫ്റ്റർ കോളത്തിൽ ഫുൾ എന്താണ്, നമ്മൾ നെക്സ്റ്റ് വരുന്ന നമ്പേഴ്സ് ആണ് എഴുതേണ്ടത് അല്ലേ. അതാണ് നമ്മുടെ എട്ടാമത്തെ ആക്ടിവിറ്റി. 10 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ 8 ആക്ടിവിറ്റീസ് മാത്രം, വളരെ സിമ്പിൾ ആയിട്ടുള്ള 8 ആക്ടിവിറ്റീസ് ആണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആൻസേഴ്സ് എങ്ങനെയാണ് ബിറ്റ്വീൻ, എങ്ങനെ ആഫ്റ്റർ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു, ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലേ. എല്ലാവരും എന്ത് ചെയ്യുക, മറക്കാതെ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ് എടുത്ത് കണ്ടു നോക്കുക. അതേപോലെ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.